17 വർഷം മുമ്പ് ഒരു പ്രാവശ്യം എൻ്റെ കിഡ്നി മാറ്റി വെച്ചതാണ്. അമ്മയുടെ കിഡ്നി വെച്ചതാണ്. 3 പ്രാവശ്യത്തോളം കൊറോണ വന്നു. ആദ്യത്തെ 2 പ്രാവശ്യത്തെ കൊറോണ നമ്മൾ സർവൈവ് ചെയ്തു. പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് ചെന്നൈയിൽ വെച്ച് കൊറോണ വന്ന സമയത്ത് ഈ കിഡ്നി റിജക്റ്റ് ആയിപ്പോയി. ബൈപ്പാസിന് ശേഷം ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊരിത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതെങ്ങനെ ഓവർകം ചെയ്തു എന്ന് ആർക്കും അറിയത്തില്ല. ഗണേശേട്ടന് ആദ്യത്തെ ഓപ്പറേഷൻ്റെ അന്ന് രാവിലെ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, കണ്ണനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നേക്കണം. ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് കണ്ണനൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഫോണിൽ എന്നെ കൊണ്ട് സംസാരിപ്പിച്ചു. അപ്പോൾ ഒരുപാട് പേർക്ക് പേടിയാണ്. അപ്പോൾ ഇത് നമുക്ക് തിരിച്ച് സർവൈവ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് അറിയണം. അതൊരു മോട്ടിവേഷൻ ആവുമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ അത് പറയാമെന്ന് തന്നെ ഉദ്ദേശിച്ചത്. ഈ പ്രൊജക്റ്റ് നടക്കും എന്നൊരവസ്ഥയിൽ വന്നപ്പോൾ അപ്രതീക്ഷിതമായ ചില കാരണങ്ങളാൽ ആ പ്രോജക്റ്റ് നടന്നില്ല. എന്നുള്ള മാത്രമല്ല, ആ പ്രോജക്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതിൻ്റെ പിന്നിൽ ഇവിടുത്തെ മലയാളത്തിലെ വമ്പൻ ആൾക്കാർ കളിച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ പോയപ്പോൾ നമുക്ക് എന്നെ വിളിച്ച്, കാരണം ഇവാന്ന് പറഞ്ഞാൽ എന്നെ അടുത്ത് വിളിച്ച് സംസാരിച്ചാൽ ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് സംസാരിച്ചു. അപ്പോഴാണ് ഞാൻ പുള്ളിയുടെ മനസ്സിലത് ഇപ്പോഴും നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർമ്മ. ഇന്നത്തെ നമ്മുടെ അതിഥി കണ്ണൻ താമരക്കുളമാണ്. കണ്ണനെ സ്നേഹപൂർവ്വം സ്വാഗതം. നമസ്കാരം. നമ്മൾ 2-3 തവണ കണ്ണനെ വിളിക്കുമ്പോഴെല്ലാം അമ്പലത്തിലായിരുന്നു. ഞാൻ അമ്പലത്തിൽ നിൽക്കുകയാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. ഈ കേൾക്കുന്ന കോളർ ടൂണിലും മനോഹരമായൊരു ഗണപതി സ്തോത്രമാണ്. പട്ടാഭിരാമനിലെ പാട്ടാണ്. ഉണ്ണി ഗണപതി എന്ന് പറഞ്ഞു. ശരിക്കും നല്ലൊരു ഭക്തനാണോ? ശരി, ദൈവവിശ്വാസമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ് ഫുൾ ടൈം അമ്പലത്തിൽ അങ്ങനെയൊന്നുമില്ല. വിശ്വാസമുണ്ട്, ഭക്തിയുണ്ട്. തികഞ്ഞ ഭക്തനാണ്. തീർച്ചയായിട്ടും. കണ്ണനെ അടുത്തിടെ ഞങ്ങൾ ഒന്ന് മിസ് ചെയ്തിരുന്നു. അധികം ആൾക്കാർക്ക് ആർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല. കുറച്ചൊരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു എന്ന് കേട്ടിരുന്നു. അടുത്ത സിനിമാ വൃത്തങ്ങളിൽ നിന്നാണ് അത് കേട്ടത്. അതിൻ്റെ ഭാഗമായിട്ടന്ന് വിളിച്ചൊരു, പക്ഷേ കിട്ടാനൊന്നും അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ നമ്മൾ കേട്ടത് വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് കണ്ണൻ്റെ അവസ്ഥ ആണ് എന്ന് വരെ നമ്മൾ കേട്ടിരുന്നു. വസ്തുതയിൽ എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? ഹെൽത്ത്, എനിക്കൊരു റീനൽ ട്രാൻസ്പ്ലാന്റ് വേണ്ടി വന്നു. അതായത് കിഡ്നി മാറ്റി വെച്ചു. അതിപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ പോലും അറിയുന്നത്. പക്ഷേ ആക്ച്വലി ഞാൻ 17 വർഷം മുമ്പ് ഒരു പ്രാവശ്യം എൻ്റെ കിഡ്നി മാറ്റി വെച്ചതാണ്. അമ്മയുടെ കിഡ്നി വെച്ചതാണ്. അന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? അന്ന് ഇതേപോലെ എനിക്ക് BP ഒക്കെ കൂടി റീനൽ പ്രോബ്ലം അന്ന് കണ്ടുപിടിച്ചതാണ്. അതൊരു നമ്മുടെ ബോഡി തന്നെ ഇമ്മ്യൂണിറ്റി പ്രശ്നമാവുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു 17 വർഷം മുമ്പ്. അമ്മയാണ് ആദ്യം തന്നത്. അതിനുശേഷമാണ് ഞാൻ സിനിമകൾ ഡയറക്റ്റ് ചെയ്ത് തുടങ്ങി. അതിനു മുമ്പ് ഞാൻ അസോസിയേറ്റ് ആയിട്ടിരിക്കുകയും ടെലിവിഷനിൽ സീരിയൽസുകളൊക്കെ ചെയ്യുന്ന സമയത്താണ് എനിക്കിങ്ങനെ അസുഖം വന്നത്. പക്ഷെ അത് കഴിഞ്ഞ് 17 വർഷം ഒരു കുഴപ്പമില്ല, വളരെ നോർമൽ ലൈഫ് പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഈ കൊറോണ ടൈം ആയപ്പോൾ എനിക്കൊരു ഷൂട്ടിംഗ് സമയമായിരുന്നു. അന്ന് ആ സമയത്തൊക്കെ ഒരുപാട് പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അങ്ങനെ എനിക്കൊരു 3 പ്രാവശ്യത്തോളം കൊറോണ വന്നു. ആദ്യത്തെ 2 പ്രാവശ്യത്തെ കൊറോണ നമ്മൾ സർവൈവ് ചെയ്തു. പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് ചെന്നൈയിൽ വെച്ച് കൊറോണ വന്ന സമയത്ത് ഈ കിഡ്നി റിജക്റ്റ് ആയിപ്പോയി. അങ്ങനെ കിഡ്നി റിജക്റ്റ് ആയിപ്പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും അഗെയിൻ ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ വരികയും. എങ്ങനെ തിരിച്ചറിഞ്ഞത് അങ്ങനെ വിഷയമുണ്ട്? സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സർ. അത് ഞാൻ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് വിരുന്നെന്ന് പറഞ്ഞ പടം അർജുൻ സാർ ഡബ് ചെയ്യാൻ വേണ്ടി ചെന്നൈയിൽ പോയിരിക്കുന്ന സമയത്താണ്. അപ്പോൾ അന്ന് ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു. എൻ്റെ തമിഴ് വെർഷൻ്റെ ഡബ്ബിങ്ങും ഉണ്ടായിരുന്നു. അത് ചെന്നൈയിൽ സ്റ്റുഡിയോയിലായിരുന്നു. അങ്ങനെ അവിടെ കുറേ നാൾ അവിടെ താമസിച്ച് ഡബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വീണ്ടും ഈ പണ്ട് വന്നതുപോലെ കാലിൽ നീര് വരിക, അല്ലെങ്കിൽ വോമിറ്റിംഗ് പോലത്തെ സംഭവങ്ങൾ വന്നു. അപ്പോൾ ആദ്യം ഫുഡിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അതല്ല, എനിക്ക് തന്നെ മനസ്സിലായി എന്തോ പ്രോബ്ലമാണ്. അങ്ങനെ തിരിച്ചിവിടെ വന്ന് എൻ്റെ ഡോക്ടറുണ്ട്, ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ടെസ്റ്റിന്. അപ്പോൾ ഡോക്ടറെ വന്ന് കണ്ട് സമയത്താണ് ഇത് ബയോപ്സി ചെയ്തപ്പോൾ അത് റിജക്റ്റ് ആയപ്പോൾ വീണ്ടും ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് പടം റിലീസാകാനുണ്ട്. അപ്പം അതൊക്കെ ഡയാലിസിസ് മാക്സിമം തള്ളിക്കൊണ്ട് പോയി. പക്ഷേ ഡയാലിസിസ് ചെയ്താലേ പറ്റുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ വീണ്ടും ഡയാലിസിസ് തുടങ്ങി. അപ്പോൾ വീണ്ടും ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യണമല്ലോ, വീണ്ടും അതൊരു പുതിയൊരു സംഭവമാണല്ലോ. അങ്ങനെ നമ്മളൊരു സുഹൃത്തിൻ്റെ തന്നെ, ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഈ അസുഖ കാര്യങ്ങളൊന്നും മീഡിയയിലോ ഒന്നും പറയാതിരുന്നു ഇതുവരെ. അങ്ങനെ പലർക്കും എൻ്റെ ഈ വളരെ അടുത്ത സുഹൃത്തുക്കളല്ലാതെ വേറെ ആർക്കും എൻ്റെ അസുഖ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാനത് അങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നതുമില്ല. സുരേഷ് ചോദിച്ചത് കൊണ്ടും അതിനപ്പുറം ഇപ്പോൾ ഇത് പറയണമെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, പലർക്കും ഒരുപാട് കഴിഞ്ഞ ദിവസം ഡോക്ടറും വിളിച്ചിട്ടിരുന്നു. ഡോക്ടർ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് കണ്ണനൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഫോണിൽ എന്നെ കൊണ്ട് സംസാരിപ്പിച്ചു. അപ്പോൾ ഒരുപാട് പേർക്ക് പേടിയാണ്. അപ്പോൾ ഇത്
നമുക്ക് തിരിച്ച് സർവൈവ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് അറിയണം. അതൊരു മോട്ടിവേഷൻ ആവുമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ അത് പറയാമെന്ന് തന്നെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യവും എനിക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു. അങ്ങനെ പല നമ്മുടെ ബന്ധുക്കളിലും പരിചയത്തിലുമൊക്കെ ഈ ഒരു ഡോണർ വേണമല്ലോ. ഒരു ഡോണർ കിട്ടിക്കഴിഞ്ഞാൽ ഇത് മാറ്റി വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഡോണർ കിട്ടിയ സമയത്ത് എഗെയിൻ വീണ്ടും ഭയങ്കര സിനിമ ട്വിസ്റ്റ് പോലെയാണ്. ഡോണർ കിട്ടി എൻ്റെ ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ വെറുതെ ഹാർട്ടിന് കുഴപ്പമൊന്നുമില്ല, എനിക്ക് നോർമലി ഒരു കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും നമുക്ക് ഹാർട്ടും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാമെന്ന് പറഞ്ഞപ്പോൾ ഹാർട്ടിന് ഒരു ചെറിയ പ്രോബ്ലം. അതൊരു വാൽവ്, ആർട്ടറിയിൽ നിന്ന് വേനിലേക്ക് പോകുന്ന വാൽവ് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ പ്രോബ്ലം വെച്ചുകൊണ്ട് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫെയിലിയർ ആവാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അപ്പോൾ ആദ്യം ബൈപ്പാസ് ചെയ്യണം. ബൈപ്പാസ് ചെയ്യേണ്ട അത്ര ഭീകരമായ പ്രശ്നമില്ലെങ്കിലും ബൈപ്പാസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ബ്ലഡ് തിന്നർ കഴിക്കുന്നുണ്ടല്ലോ, അതൊരു പർട്ടിക്കുലർ പീരീഡിൽ നിർത്തി വെച്ചിട്ടേ ഈ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുകയാണെങ്കിൽ ബ്ലഡ് തിന്നർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ബൈപ്പാസ് എന്ന് പറഞ്ഞ് വേറെ വലിയൊരു സംഭവം വീണ്ടും ഉണ്ടാവുകയാണ്. അങ്ങനെ ആദ്യം ജോസ് പെരിയോറം സാറുണ്ടല്ലോ നമ്മുടെ ലിസിയിലെ, പുള്ളിയെ പോയി കണ്ട് കാര്യം പറഞ്ഞു. പുള്ളി അന്ന് പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ അല്ലേ മറ്റന്നാളങ്ങ് ചെയ്തേക്കാമെന്ന്. പുള്ളി അന്ന് ലീവായിരുന്നു, കൈ ഒടിഞ്ഞിട്ട് ഇതെടുത്തതിന് സമയം. അപ്പോൾ എനിക്ക് പുള്ളിയായിട്ട് സൗഹൃദമുണ്ട്. അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഇതാണ് ചെയ്യണം, എന്നാൽ ഒരു കാര്യം ചെയ്യും നമുക്ക്, ഞാൻ ബുധനാഴ്ച കാണുന്നു, വെള്ളിയാഴ്ച ബൈപ്പാസ് ചെയ്യാണ്. അപ്പോൾ ഒന്നാമത് വീട്ടിലെല്ലാവർക്കും പേടിയാണ്. അച്ഛനും അമ്മയും പ്രായമായിരിക്കുകയാണ്. അമ്മയ്ക്ക് ഒന്നാമത്, രണ്ടാമത് വീണ്ടും ഇത് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞതും അമ്മയ്ക്ക് ആദ്യം എനിക്ക് ഇത് തന്നാണ്, കിഡ്നി തന്നാണ്. അമ്മയ്ക്കൊരു കുഴപ്പമില്ല, നോർമൽ ലൈഫാണ്, വളരെ ഇതായിട്ട് വന്നു. അപ്പോൾ രണ്ടാമത് വീണ്ടും ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർ ഭയങ്കര പേടിയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ബൈപ്പാസ് എന്ന് പറഞ്ഞത്. ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാണ്, കാരണം അച്ഛന് ഇടയ്ക്ക് ബൈപ്പാസ് ചെയ്ത് അതിൻ്റെ ഭീകരതയൊക്കെ അവർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഞാനും വൈഫും കൂടെ ഒരു തീരുമാനം എടുത്തു. വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, തൽക്കാലം ഇത് ആരുടെ അടുത്തും പറയണ്ട, നമ്മൾ അറിഞ്ഞാൽ മതി, വീട്ടിൽ പറയണ്ട. വീട്ടിൽ വീണ്ടും ബൈപ്പാസ് ചെയ്യാൻ പോകുന്നു, കാരണം ഓൾറെഡി ഒരു ഡോണറൊക്കെ കിട്ടി എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കുന്ന സമയമാണ്. അങ്ങനെ അത് ബുധനാഴ്ച പോയി ജോസ് പെരിയോറം സാറിനെ കാണുന്നു, വെള്ളിയാഴ്ച ബൈപ്പാസ് ചെയ്യുകയാണ്. ഞാനും അതിനെ അത്ര സീരിയസ് ആയിട്ട് ഇതായ ഇടത്തിലാണ്, ഇതൊക്കെ നമ്മൾ കവർ ചെയ്ത് വന്നതാണല്ലോ. പക്ഷേ ബൈപ്പാസ് ഒത്തിരി ഇതിനെ കുറച്ച് കഠിനം തന്നെ ആയിരുന്നു. ഒരു 3 മാസം നമ്മൾ കുറച്ച് വേദനയൊക്കെ അനുഭവിച്ചു. പക്ഷേ ബൈപ്പാസ് കഴിഞ്ഞ് ഗോഡ് ഗ്രേസ് എല്ലാം നല്ല രീതിയിൽ വന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് 3 ആഴ്ച കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോഴാണ് അച്ഛനും അമ്മയും പോലും അറിയുന്നത്. അവരോട് പറഞ്ഞില്ല, വേറെ ടെസ്റ്റ് ചെയ്യണം, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ എന്തോ സംശയം തോന്നി, എന്നാലും ഇത്ര ഇതാണെന്ന് വിചാരിച്ചില്ല. അങ്ങനെ ബൈപ്പാസ് ചെയ്തു. ബൈപ്പാസ് ചെയ്ത് 6 മാസം കഴിഞ്ഞ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുള്ളൂ. 6 മാസം കഴിഞ്ഞ് 6 മാസം തികഞ്ഞതിൻ്റെ അന്ന് തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞാലേ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റുള്ളൂ. ആ 6 മാസം തികഞ്ഞതിൻ്റെ അന്ന് തന്നെ ഞാൻ വർക്കും ചെയ്തു തുടങ്ങി. അപ്പോൾ 2 പേരുടെ കിഡ്നി ആയിട്ട് ജീവിക്കുകയാണല്ലേ? അതെ. നേരത്തെ പറഞ്ഞ ഞാൻ ആദ്യം ചെയ്തപ്പോഴുമല്ലായിരുന്നു, 17 വർഷം മുമ്പ് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടോ അത് 6 മാസം ഫുൾ റെസ്റ്റ് എടുത്ത് 6 മാസം കഴിയുന്നതിൻ്റെ അന്നാണ് ഞാൻ മലയാറ്റൂർ മല കയറിയിട്ട് അന്ന് വിശുദ്ധ തോമാസ് ലീഗ എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് ഷൂട്ട് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഇത് നമുക്കിടെ മനസ്സിന് ഒരു ശക്തിയും ഇതിനെയൊക്കെ ഓവർകം ചെയ്യാന്നുള്ള കരുത്തും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രതിസന്ധികളെല്ലാം ഓവർകം ചെയ്യാം. അതേപോലെ ഈ മറ്റുള്ളവർക്കുള്ള ഒരു സന്ദേശമാണ്. അതുകൊണ്ടാണ് കാരണം വെച്ചാൽ 16 വർഷം മറ്റൊരാളുടെ കിഡ്നിയായിട്ട് ജീവിച്ചു, അമ്മയുടെ ജീവിച്ചു. പിന്നീട് റിജക്ഷൻ ചെയ്ത് വീണ്ടും ഒരു കിഡ്നിയായിട്ട് ഇപ്പോഴും ചെയ്യുന്നു, മാത്രമല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിത് ഈ ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാനിത് ഈ എൻ്റെ അസുഖത്തിനെ പറ്റിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ചോദ്യം അത് തന്നെ ആയി. പിന്നെ ഞാൻ ഇപ്പോൾ ഇത് ഇങ്ങനെ വന്ന ഒരുപാട് പേർക്ക് ഭയങ്കര ടെൻഷനാണ്. കിഡ്നി പ്രോബ്ലം വന്നു, ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ഒരു റിലേറ്റീവ് കൊല്ലത്തുനിന്ന്, അപ്പോൾ പുള്ളിക്കാരനെ വിറയ്ക്കും അയ്യോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പേടിക്കാതിരുന്നാൽ മാത്രം മതി ഇതിനെ. ഇപ്പോൾ കാരണം വൈദ്യശാസ്ത്രം ഇപ്പോൾ ഭയങ്കരമായിട്ട് പുരോഗമിച്ചു. നമുക്കൊരു അവയവം പ്രശ്നമാണെങ്കിൽ അത് മാറ്റിവെക്കാനുള്ള എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഉണ്ട്. വളരെ ഗുരുതരാവസ്ഥയിലാണെന്ന് നമുക്ക് പറഞ്ഞൊരു വാർത്തകൾ പ്രചരിച്ചിരുന്നു. ശരി, അങ്ങനെ അതൊരു ശരിയായ വാർത്തയായിരുന്നു. ബൈപ്പാസിന് ശേഷം ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതൊരിത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതെങ്ങനെ ഓവർകം ചെയ്തു എന്ന് ആർക്കും അറിയത്തില്ല. ബൈപ്പാസ് കഴിഞ്ഞൊരു സ്ട്രോക്കിൻ്റെ ഒരു സമയത്തേക്ക് പോയി. പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ട് ആ സമയത്ത് കുറച്ച് പ്രോബ്ലം ആയിരുന്നു. സ്ട്രോക്കൊക്കെ വന്നു പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് 48 മണിക്കൂർ കൊണ്ട് എൻ്റെ ബോഡി തന്നെ അത് തിരിച്ച് വന്നു. പക്ഷേ അത് വളരെ മൈനറായിട്ടുള്ളൊരു സംഭവം വന്നുള്ളൂ. ആ സമയം എനിക്കും അത്ര ആ സമയത്താണ് കുറച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു
ഈ സിനിമയിലൊന്നും ഇത് വലുതായിട്ട് ആർക്കും അറിയില്ല, പക്ഷേ ഈ ഇൻ്റർവ്യൂ വരുന്ന സമയത്തായിരിക്കും അറിയാൻ പറ്റുന്നത്. വളരെ കൂടുതലും പേർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. വളരെ നമ്മൾ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ആർട്ടിസ്റ്റിനും ടെക്നീഷ്യനും ജയറാമേട്ടനും അതേപോലെയുള്ള കുറച്ച് മമ്മൂക്കയ്ക്കൊക്കെ അറിയാം. എന്നോട് ഈ വിവരം ആദ്യമായിട്ട് പറയുന്നത് ഹരീഷ് പേരടിയാണ്. ഹരീഷേട്ടനൊക്കെ നമ്മുടെ കൂടെ ഈ ഓപ്പറേഷൻ്റെ സമയത്തൊക്കെ എല്ലാ കട്ടയ്ക്ക് നിന്ന് ഭയങ്കരമായിട്ടും നമ്മുടെ കൂടെ എന്താവശ്യത്തിനും വിളിക്കണം എന്ന് പറഞ്ഞ് നിന്നതാണ്. അതേപോലെ ഓപ്പറേഷൻ്റെ തലേ ദിവസം ഞാൻ മമ്മൂക്കയായിട്ട് സംസാരിച്ചിരുന്നു. അങ്ങനെ സിനിമയായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ എല്ലാം സപ്പോർട്ടീവായിരുന്നു. സപ്പോർട്ടീവ്. അതായത് സിനിമ ഇപ്പോൾ നമ്മളൊരു കക്ഷകാലം വന്ന സമയത്ത് ഈ സിനിമാക്കാരും ഒപ്പം ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു പേരെടുത്ത് ഓർക്കാവുന്നവരിൽ ആരൊക്കെയാണ്? പേരെടുത്ത് പറയാവുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. നമ്മൾ 2-3 രീതിയിലാണ്. ഒന്ന് നമ്മൾ ഏറ്റവും കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ ആൾക്കാർ നിന്നിട്ടില്ല, പക്ഷേ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേര് നമ്മുടെ കൂടെ നിന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജയറാമേട്ടൻ ഭയങ്കര സപ്പോർട്ടായിട്ട്, അതുപോലെ ഹരീഷ് പേരടിച്ചേട്ടനും, അതിന് രമേശ് പിഷാരടി, ധർമ്മജൻ. രമേശ് പിഷാരടിയൊക്കെ നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എടുത്തു പറയാൻ ഒരുപാട് നമ്മളടുത്ത സുഹൃത്ത് ബന്ധങ്ങളിൽ ഒരുപാട് പേരുണ്ട്. അതുപോലെ ജിബി എബ്രഹാം എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത്, പോൾ താടിക്കാരൻ എന്ന് പറഞ്ഞ നമ്മുടെ തിന്നറിൻ്റെ അദ്ദേഹം, അങ്ങനെ ഒരുപാട് പേര് നമുക്ക് ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എനിക്ക് ആദ്യത്തെ ഓപ്പറേഷൻ സമയത്ത് ഗണേശേട്ടനാണ് ത്രൂ ഔട്ട്. ഓപ്പറേഷൻ്റെ അന്ന് രാവിലെ ഡോക്ടറെ വിളിച്ചിട്ട്, അന്ന് ഗണേശേട്ടനോട് എനിക്ക് വർഷങ്ങളായിട്ടുള്ള സൗഹൃദമുണ്ട്. ഗണേശേട്ടൻ ആദ്യത്തെ ഓപ്പറേഷൻ്റെ അന്ന് രാവിലെ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, കണ്ണനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നേക്കണം, അങ്ങനെ പറഞ്ഞു. ഇനി ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ഞാൻ ബോധത്തിലേക്ക് വരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞാണ്, ഗണേശ് ഒരുപാട് പ്രാവശ്യം വിളിച്ചിരുന്നു. മമ്മൂക്കയെ വിളിച്ച് തലേന്ന് സംസാരിച്ചല്ലേ? തലേ ദിവസം സംസാരിച്ചിരുന്നു. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ തിരിച്ചു വിളിച്ചു. പുള്ളി നമുക്കെല്ലാ സപ്പോർട്ടും തന്നു. അല്ല, അങ്ങനെയുള്ള ചില സപ്പോർട്ട് നമ്മൾ എപ്പോഴാണോ അല്ലേ ക്രൈസിസിലേക്ക് പോകും, അതെ, നമുക്ക് വിളിച്ച് ധൈര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല കണ്ണ. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ കണ്ടായിരുന്നു ഏഷ്യാനെറ്റ് അവാർഡിൽ. അപ്പം ഞാനിങ്ങനെ പോയപ്പോൾ നമുക്ക് എന്നെ വിളിച്ച്, കാരണം ഈ വാന്ന് പറഞ്ഞാൽ എന്നെ അടുത്ത് വിളിച്ച് സംസാരിച്ചാലും ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് സംസാരിച്ചു. അപ്പോഴാണ് ഞാൻ പുള്ളിയുടെ മനസ്സിൽ അത് ഇപ്പോഴും നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർക്കും. എന്തുകൊണ്ടാണ് ഈ ചോദ്യം ആദ്യമേ എടുത്തിട്ടെന്ന് പറഞ്ഞാൽ പലപ്പോഴും സിനിമയിൽ നടക്കുന്ന പല കാര്യങ്ങളും അറിയത്തില്ല. പക്ഷെ എന്നാൽ വളരെ മോശപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യമാണ്, നെഗറ്റീവായ ഏതെങ്കിലും കാര്യമാണെങ്കിൽ പടരുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതുകൂടി സിനിമാക്കാർക്ക് ബോധ്യപ്പെടട്ടെ എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഈ ചോദ്യം ആദ്യം തന്നെ ഇട്ടതിന് പിന്നിലെ ഒരു പ്രധാന ഉദ്ദേശം അത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ വ്യക്തമായി, എന്തുകൊണ്ടാണ് ഈ ഭക്തിയിലേക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു അതായത് ദൈവാധീനം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. ശാസ്ത്രത്തോടൊപ്പം അതെ, ദൈവാധീനം. അതേപോലെ ഡോക്ടർമാർ അതെ, ശാസ്ത്രത്തിൽ എനിക്ക് ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ എന്ന് പറഞ്ഞ ഡോക്ടറാണ് എനിക്ക് 2 പ്രാവശ്യവും എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഡോക്ടർ. ഈ അന്ന് മുതൽ ഈ 17 വർഷം മുതൽ ഇന്ന് വരെയും ഡോക്ടറാണ് ഇത്. നമുക്ക് ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. പുള്ളിയായിട്ട് സംസാരിച്ചാൽ തന്നെ പകുതി രോഗം നമുക്ക് മാറും. എന്ത് കാര്യത്തിനും എത്ര വലിയ പ്രശ്നം വന്നാലും കുഴപ്പമില്ല, നമുക്ക് മാറ്റിയെടുക്കാമെന്ന് പറയുന്ന ഡോക്ടറാണ്. അതേപോലെ ജോസ് പെരിയപുരം അത്രയും, അതായത് ഭയങ്കര തിരക്ക് പിടിച്ച് സർജറി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പോയി കണ്ടിട്ട് 2ാമത്തെ ദിവസം എനിക്ക് സർജറി ചെയ്യാണ്, ഇനി ഇത് നീട്ടിക്കൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ടേ, കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കത് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, മനുഷ്യനും ദൈവവും ഒരേ സമയത്ത് ഒരേപോലെ വരുന്ന ദൈവം മനുഷ്യന്മാരെയാണല്ലോ പല സമയത്തും നമ്മളെ രക്ഷയ്ക്ക് വേണ്ടി വിടുന്നത്. ശശിയേട്ടൻ്റെ ഞാൻ ആദ്യം സാജൻ സാറിൻ്റെ കൂടെ ആയിരുന്നു, നമ്മുടെ ചക്കരമ്മ സാജൻ സാറിൻ്റെ കൂടെ, മോഹൻ കുപ്ലേരിയുടെ കൂടെയൊക്കെ ആദ്യകാലത്ത് ഞാൻ സിനിമയിലാണ് അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റായിട്ടും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അന്നാണ് ശശിയേട്ടൻ്റെ കൂടെയും വർക്ക് ചെയ്യുന്നത്. ശശിയേട്ടൻ്റെ കൂടെ കുറേ നാൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റി കഴിഞ്ഞു. അതിനുശേഷമാണ് ഞാനൊരു സിനിമയുടെ കഥ പറയാൻ വേണ്ടിയിട്ടാണ് അരോമ മണി സാറിൻ്റെ അടുത്ത് പോകുന്നത്. ആ സിനിമയുടെ കഥ കഥ പറഞ്ഞു കഴിഞ്ഞ് പുള്ളിക്ക് കഥ ഇഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്ക് ഏഷ്യാനെറ്റിൽ നിന്ന് ഒരു ഫോൺ കോൾ വരികയാണ്. ഏഷ്യാനെറ്റിലെ ദിലീപ് സാറിനെ വിളിച്ചിരിക്കുന്നത്. പുള്ളിക്കൊരു സീരിയലിൻ്റെ പ്രോജക്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ചെയ്യാമോ? അത് സാക്ഷനായിട്ടുണ്ട്, നമുക്കത് അടുത്ത മാസം ടെലികാസ്റ്റ് തുടങ്ങണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി ആ ഫോൺ ചെയ്യാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തപ്പോൾ പുള്ളിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഡയറക്ടർ ഞാനാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിക്കുക, നമുക്ക് ഇതിന് മുമ്പ് ഒരു സീരിയൽ ചെയ്യാമോ, എനിക്കൊരു സീരിയൽ കുറച്ച് ചെയ്ത് തരാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ അന്ന് നമ്മളിങ്ങനെ എങ്ങനെയും പെട്ടെന്ന് ഡയറക്ടർ ആവണം എന്നുള്ളൊരു ആവേശത്തിൽ നടക്കുന്നതുകൊണ്ട് അത് ചെയ്ത് ശരിയായോ തെറ്റാണോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അത് തെറ്റായിരുന്നു എന്ന് പിന്നീട് എനിക്ക് സിനിമയിൽ വരാനുള്ള സ്ട്രഗിളിങ് വന്ന സമയത്ത് തോന്നി. അപ്പം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതും ഇതേപോലെ തന്നെ അവിടെ 3 ആഴ്ച താമസിച്ച് സ്ക്രിപ്റ്റ് എഴുതുന്നു. 3 ആഴ്ച കഴിഞ്ഞാൽ പെട്ടെന്ന് സീരിയൽ
ഏതായിരുന്നു സീരിയൽ? അത് മിന്നാരം എന്ന് പറഞ്ഞ് പ്രവീണയും ഏഷ്യാനെറ്റിലെ ഏഷ്യാനെറ്റിൽ അവിടുത്തെ അന്നത്തെ സീരിയലാ അത്. അന്നത്തെ ഏറ്റവും വലിയ ഹിറ്റ് സീരിയലാണ്. പ്രവീണ ഡബിൾ റോള് സുരേഷ് കൃഷ്ണനായിട്ട് ആദ്യമായിട്ട് ഏഷ്യാനെറ്റിൽ ഒരു 20+ എന്ന് പറഞ്ഞ റേറ്റിംഗിൽ വന്ന ആദ്യത്തെ സീരിയലാണ്. സ്റ്റാർ കാസ്റ്റിംഗ് തന്നെ നല്ല വലിയ കാസ്റ്റ്. വലിയ കാസ്റ്റായിരുന്നു. അതെ അതെ. ശശിയേട്ടനായിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? ശശിയേട്ടനോടൊപ്പം ഞാൻ ഒരുപാട് നാൾ നമ്മുടെ ഇവിടെ മറൈൻ ഡ്രൈവിൽ ഒരു ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ അന്ന് ഞാൻ സീമ ചേച്ചി ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സീരിയൽ ഒരു സീരിയൽ സീമ ചേച്ചി ചെയ്യുന്നുണ്ട്. അപ്പോൾ ശശിയേട്ടനാണ് അതിൻ്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതും. അപ്പോൾ അത് ഞാൻ അപ്പോൾ പുള്ളിയുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ട് പിന്നെ 2 യൂണിറ്റായി. അപ്പോൾ ശശിയേട്ടനും ചെയ്യുന്നുണ്ട് ഒരു യൂണിറ്റ് ഞാനും ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കുറേ സിനിമ പ്രോജക്റ്റുകൾ സംഭവങ്ങളൊക്കെ ആയിട്ട് ശശിയേട്ടനുമായിട്ടൊരു വലിയൊരു ആത്മബന്ധം എനിക്കുണ്ടായി. അപ്പോൾ അതിലെനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റും, ശശിയേട്ടൻ എനിക്കൊരു ഫോൺ തന്നിട്ടുണ്ട്. അത് ഞാനിപ്പോഴും സൂക്ഷിച്ച് ഫോൺ വെച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ശശിയേട്ടൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഒരാൾ അങ്ങനെ ചോദിക്കുന്നത്, ഒരു സീൻ നമ്മളന്ന് ഷൂട്ട് ചെയ്യുന്ന നൈറ്റ് സീക്വൻസാണ് സീരിയലിൽ ഒരു നൈറ്റ് സീക്വൻസാണ്. അപ്പോൾ ശശിയേട്ടനാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശശിയേട്ടന് ഒരു ലണ്ടനിൽ നിന്നൊരു പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്. അവർ അടുത്ത ദിവസം പോവുകയാണ്. അന്ന് രാത്രി അവരുമായിട്ട് മീറ്റിങ്ങിന് പോകണം. അതന്ന് നളിനി അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളാണ്, കുറേ വർഷം മുമ്പാണ് അതിൽ അഭിനയിക്കുന്നത്. അവരുടെ ആ ഡേറ്റ് അന്നേ ഉള്ളൂ, രാത്രി അത് ഷൂട്ട് ചെയ്യണം. അപ്പോൾ ശശിയേട്ടൻ ഭയങ്കര ടെൻഷനായി, എനിക്ക് പോകണമല്ലോ, ഇത് വലിയ സീൻ ഇതെങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ശശിയേട്ടൻ പൊക്കോ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാനും പറയുക IVCC എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സാറേ ഞാൻ ചെയ്തോളാം, സാർ പൊക്കോ, കുഴപ്പമില്ല, ഇതെന്തായാലും ലേറ്റ് നൈറ്റ് പോകും എന്ന് പറഞ്ഞു. ചെയ്യുമോ? ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി. അതൊരു ആക്ഷൻ സീക്വൻസ് പരിപാടി, അങ്ങനത്തെ ഒരു ഗുണ്ടകൾ വരുന്നു, അങ്ങനെയുള്ളൊരു പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ രാത്രി ഫുൾ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്നന്ന് എഡിറ്റ് ചെയ്യുന്ന പരിപാടിയാണ് സീരിയലല്ല. അന്ന് ഇപ്പോൾ എഡിറ്റ് ചെയ്തു. അന്ന് തന്നെ ഞാൻ തന്നെ രാത്രി അത് കഴിഞ്ഞിട്ട് പോയി എഡിറ്റ് ചെയ്ത് ഷോർട്ട് ഓർഡറൊക്കെ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ആ സീൻ ഞാൻ കറക്റ്റ് ചെയ്തു, കാരണം അത് നമ്മൾ എടുത്തിരിക്കുന്ന ഷോട്ട് അതുപോലെ വരണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ലൊക്കേഷൻ എത്തുമ്പോൾ ശശിയേട്ടൻ നേരെ സ്റ്റുഡിയോയിൽ പോയിട്ട് സീൻ കണ്ടു. സീൻ കേട്ടിട്ട് ശശിയേട്ടൻ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നേരെ ലൊക്കേഷൻ വന്ന് എനിക്ക് പുള്ളി അപ്പോൾ അടുത്ത് ആ തലേ ദിവസം ഒരു ഫോൺ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റായിട്ട്. ആ ഫോൺ ശശിയേട്ടൻ എനിക്ക് തന്നു. അത് അത്രയും പേരുടെ മുമ്പിൽ വെച്ച് അതെനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. അത് ഇന്നും ഞാൻ ആ ഫോൺ അതേപോലെ സൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട്. വിശ്വസിക്കുന്ന മലയാള സിനിമയുടെ ഗോഡ് ഫാദർ ഉറപ്പായിട്ടും അതിനെ പോലെ ഒരാൾ വേറെ ഇല്ല. പിന്നീട് ആണ് സിനിമയിലേക്ക് അവിടുന്ന് സ്വതന്ത്രനാകുന്നത്. പക്ഷെ മലയാള സിനിമയല്ല ചെയ്തത്, ഒരു തമിഴ് സിനിമയാണ് സൂര്യാടൽ. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് സൂര്യാടൽ എന്ന് വെച്ചാൽ ഒരു തിരുട്ടാണ്. അപ്പോൾ ഒരു വീട്ടിൽ കയറി ഒരു സാധനം മാത്രം മോട്ടിക്കുക, അല്ലെ പൈസ മാത്രം മോട്ടിച്ചുകൊണ്ട് പോയാൽ തിരുടൽ എന്ന് പറയും. ഒരു വീട്ടിൽ കയറി ആ വീട്ടിലെ കംപ്ലീറ്റ് സാധനം അടിച്ചുകൊണ്ട് പോയാൽ അതിന് സൂര്യാടി എന്ന് പറയും. സൂര്യാടൽ. അല്ല, ഞാനത് എന്തുകൊണ്ടാണ് തമിഴ് സിനിമയിലേക്ക് പോയത്? മലയാളം ചെയ്യാതെ എന്തുകൊണ്ട് തമിഴിലേക്ക് പോയത്? ഞാൻ ഈ മലയാളത്തിൽ ആദ്യം ഒരു സീരിയൽ ഭയങ്കര ഹിറ്റായി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് അതിൽ നിന്ന് ഒരുപാട് ഓഫറുകൾ വന്ന് തുടങ്ങിയ ഭാഗമായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് സീരിയലുകൾ അന്ന് ചെയ്തു. അങ്ങനെ സീരിയൽ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് തമിഴിൽ വിജയ് TV-യിൽ ഒരു സീരിയൽ മഹാറാണി എന്ന് പറഞ്ഞൊരു സീരിയൽ ഭയങ്കര സൂപ്പർ ഹിറ്റ്. അപ്പോൾ എനിക്ക് തമിഴിൽ കുറേ ബന്ധങ്ങളായി. അതിനുശേഷം അവൾ എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയലും ചെയ്തു, അതും വിജയ് TV-യിൽ തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിടെ തന്നെ സ്റ്റക്കാവുമെന്ന് വെച്ചിട്ടാണ് ഞാൻ അടുത്ത പ്രോജക്റ്റ് വന്നിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ എനിക്ക് തമിഴിൽ കുറേ ബന്ധങ്ങളായി, കുറേ സുഹൃത്തുക്കളും ഇൻഡസ്ട്രിയിലും ചാനലിലും ഒക്കെ സുഹൃത്തുക്കളായി. മലയാളത്തിൽ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയാണ്. ഞാൻ സിനിമയിൽ നിന്ന് മാറി ടെലിവിഷനിലേക്ക് പോയി. പക്ഷേ ഞാൻ സിനിമ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, സിനിമയുടെ ഒപ്പം സഞ്ചരിക്കുന്നുണ്ട്. മലയാള സിനിമയിലേക്ക് എല്ലാ വലിയ പ്രൊഡ്യൂസേഴ്സും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ആൻഡോ ജോസഫ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പോയ സമയത്ത് ആദ്യത്തെ പടത്തിന് എന്നെ വെച്ച് ചെയ്യാനാണ് ആഗ്രഹിച്ചത്, ആദ്യത്തെ പടം. അത് കഴിഞ്ഞിട്ടാണ് കാര്യസ്ഥൻ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത പടം നമുക്ക് ചെയ്യാം എന്നൊക്കെ ആ ഒരു സമയത്താണ്. പക്ഷേ ഞാൻ വേറൊരു വലിയ ഒരു വാമ്പയർ, ഒരു ഹൊറർ ഒരു സബ്ജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-2.5-3 വർഷം ഞാൻ സീരിയലിൽ നിന്ന് ഗ്യാപ്പ് എടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള പ്രീ പ്രൊഡക്ഷൻ വർക്കായിരുന്നു. നമ്മൾ സ്വന്തം ചെലവിൽ തന്നെ തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് എൻ്റെ സ്ക്രിപ്റ്റ് പരിപാടികളൊക്കെ ഇങ്ങനെ ഓൾമോസ്റ്റ് പൂർത്തിയായി. മലയാളത്തിലെ വലിയ നടന്മാരൊക്കെ കഥ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ആ പ്രോജക്റ്റ് നടക്കും എന്നുള്ളതിൻ്റെ ഒരു മോഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിന് മുമ്പ് പല പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്ത് അതൊന്നും നടന്നില്ല. ഈ പ്രോജക്റ്റ് നടക്കും എന്നുള്ളൊരവസ്ഥയിൽ വന്നപ്പോൾ അപ്രതീക്ഷിതമായ ചില കാരണങ്ങളാൽ ആ പ്രോജക്റ്റ് നടന്നില്ല.
ആ പ്രോജക്റ്റ് നടന്നില്ല എന്നുള്ള മാത്രമല്ല, ആ പ്രോജക്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഒരു മെൻ്റലി ഭയങ്കരമായിട്ട് ഡെസ്പായിപ്പോയി. കാരണം ഞാൻ സീരിയലിൽ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് ഞാൻ അത് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലായി, സീരിയലിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നത്തിലേക്ക് നമുക്ക് എത്താൻ പെട്ടെന്ന് പറ്റില്ല എന്നും അത് നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെയാണ് ഞാനത് നിർത്തിയിട്ട് ഇതിലേക്ക് വന്നിട്ട് ഈ പ്രോജക്റ്റ് അവസാന നിമിഷം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോയി ഒരു ഭയങ്കര സിനിമയ്ക്കകത്ത് ഭയങ്കര ഒരു പ്ലേ സംഭവിച്ചു. അപ്പോഴാണ് സിനിമയിൽ ഇത്ര വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നടന്നത്. ശരി, അതിന്റെ പിന്നിൽ പലരും അതിൻ്റെ പിന്നിൽ ഇവിടുത്തെ മലയാളത്തിലെ വമ്പൻ ആൾക്കാർ കളിച്ചിട്ടുണ്ട്. നടന്മാരാണോ? എല്ലാവരും ഉണ്ട്. എല്ലാവരും. നടന്മാരും നിർമ്മാതാക്കളും ഒക്കെ ഉണ്ട്. എന്തായിരിക്കും കാരണം? അത് അത്രയും ഒരു ഗംഭീര പ്രൊജക്റ്റ് ആയിരുന്നു. അതൊരു ഭയങ്കര ഗംഭീര പ്രോജക്റ്റ് എന്ന് വെച്ചാൽ അതുപോലൊരു സിനിമ ഇപ്പോഴും വന്നിട്ടില്ല. ആ പ്രോജക്റ്റ് വമ്പൻ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ച് പ്ലാൻ ചെയ്ത ആ പ്രോജക്റ്റ് ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ. കാരണം പ്ലാൻ ചെയ്യുമ്പോൾ ആരായിരുന്നു അതിനകത്ത് കാസ്റ്റിംഗ് ഒക്കെ വന്നിട്ട്? ആദ്യം മമ്മൂക്ക വെച്ചിട്ടാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് പൃഥ്വിരാജായി. അത് അവരെല്ലാം സ്ക്രിപ്റ്റുകൾ രാജുവിൻ്റെ കയ്യിൽ തന്നെ സ്ക്രിപ്റ്റൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ അങ്ങനെ പല പരിപാടികളിലേക്ക് പോയി, പിന്നെ എന്തോ അത് നടന്നില്ല. അപ്പം ഞാനൊരു ഭയങ്കരമായിട്ട് ഒരു വിഷമഘട്ടമൊന്നുമല്ല, ഞാനൊരു ഭയങ്കരമായിട്ടൊരു പാനിക് സ്ട്രെസ്ഡായിട്ട് ഒരിതിലേക്കായി. ആ സമയത്ത് ആ സമയം ഞാൻ എങ്ങനെ ഓവർകം ചെയ്തെന്ന് എനിക്കറിയാൻ വയ്യ. അപ്പോഴാണ് എനിക്ക് തമിഴിൽ ഒരു ചെറിയൊരു പടമാണ് വരുന്നത്. ഇങ്ങനൊരു സംഭവം ഞാൻ തമിഴിൽ ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ആ പടം ചെയ്യാമെന്ന് പറഞ്ഞ് കമ്മിറ്റ് ചെയ്തിട്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ നടന്ന പോലെ പെട്ടെന്ന് ആ പ്രൊജക്റ്റ് എൻ്റെ പിന്നാലെ ആയിരുന്നു. അത് ഓണാവുന്നു, ആ പ്രൊജക്റ്റ് നടക്കുന്നു, ആ പടം റിലീസാവുന്നു. അത് ക്രിട്ടിക്കലി നല്ല രീതിയിൽ ചർച്ച ചെയ്തപ്പെട്ട ഒരു സിനിമ, ചെറിയ ബഡ്ജറ്റിൽ ചെയ്തൊരു പടമാണ്. അങ്ങനെയാണ് അത് ചെയ്തത്. അപ്പോൾ എൻ്റെ ഈ കാര്യം അത് ഓൾമോസ്റ്റ് ബാലാജി ചെറിയ മെയിൻ ആർട്ടിസ്റ്റൊക്കെ ഓൾമോസ്റ്റ് പുതിയ ആൾക്കാരാണ്. ബാലാജി, പിന്നെ ഇവിടെ മലയാളത്തിൽ ഗായത്രി എന്ന് പറഞ്ഞ കുട്ടി, റീമ, അങ്ങനെ കുറച്ച് ആൾക്കാർ. മലയാളത്തിൽ നിന്ന് ജയൻ ചേർത്തല. ജയൻ ചേർത്തല അതിനകത്തൊരു വേഷം, നല്ലൊരു ഗംഭീര ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ദേവി അജിത്തും അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ സിനിമ തമിഴിൽ. പക്ഷേ ഒരു വലിയ പ്രൊജക്റ്റ് നടക്കാതെ പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെറിയ പടം ചെയ്യേണ്ടി വരുന്നത്. വലിയൊരു പ്രൊജക്റ്റ്, ഒരു പക്ഷേ ആ പ്രൊജക്റ്റ് നടന്നു പോയിരുന്നെങ്കിൽ എൻ്റെ കരിയർ വേറെ രീതിയിൽ പോയാനെ. കാരണം ആ സിനിമ ഞാൻ അത്രയ്ക്ക് പ്ലാൻ ചെയ്തതാണ്. ഞാൻ അതിൻ്റെ ആ പ്രോജക്റ്റ് ഉണ്ട്, അതിനിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതങ്ങനെയാണ്. അതിനൊരു ഈ കഥയൊക്കെ ആരുടെ ആയിരുന്നത്? ആ കഥ മലയാളത്തിലെ വേറെ റൈറ്ററുടെ ആയിരുന്നു. പക്ഷേ അദ്ദേഹം ഏറ്റവും കൂടുതൽ എൻ്റെ വിഷമഘട്ടത്തിൽ എൻ്റെ കൂടെ നിന്നിട്ടുള്ള ആളാണ്. എൻ്റെ ഒരു ഗുരുതുല്യനായിട്ടുള്ള PF മാത്യു സാറിൻ്റെ സബ്ജക്റ്റ് ആയിരുന്നത്. മാത്യു സാറാണ് ഇപ്പോഴും എനിക്ക് അന്നും നമ്മുടെ അച്ഛൻ കഴിഞ്ഞാൽ ഒരു ഫാമിലി മെമ്പർ എന്ന് പറയുന്ന പോലെ മാത്യു സാറിനാണ്. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ ഓപ്പറേഷൻ സമയത്തും എൻ്റെ കൂടെ എല്ലാ ദിവസവും പുള്ളി അന്ന് AGS ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സാറ് എന്നെ വന്ന് കാണും. പുള്ളിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം തന്നുകൊണ്ടിരുന്നത്. അതേപോലെ ഈ രണ്ടാമത്തെ ഓപ്പറേഷൻ സമയത്തും പുള്ളിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിലെ എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന, എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ അറിയുന്നതിൽ കൂടുതൽ എന്നെപ്പറ്റി കൂടുതൽ അറിയാവുന്ന ഒരാളാണ് PF മാത്യു സാർ. സോ എനിക്കൊരു ദൈവത്തിനെ പോലുള്ള ഒരാളാണ്. അപ്പോൾ സാറ് ഒത്തിട്ട് ഞങ്ങൾ 4-5 സ്ക്രിപ്റ്റൊക്കെ പ്ലാൻ ചെയ്തു. പുള്ളിക്കും ഞാൻ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി അന്ന് സീരിയലിൽ പുള്ളി എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് പുള്ളി ആ പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അന്ന് മാത്യു സാറിനായിരുന്നു ആ പ്രോജക്റ്റ് എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഇന്നലെ പോലും സാറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. എപ്പോഴും നമ്മുടെ പ്രത്യേകിച്ച് നമുക്കൊരു വിഷമം വരുന്ന സമയത്ത് സാറ് നമ്മുടെ കൂടെ ഭയങ്കരമായിട്ട്. റിമി ടോമിയെ പോലൊക്കെ അങ്ങനത്തെ ഒരാൾ. റിമി ടോമിയോ ഞാൻ റിമി ടോമിയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. അങ്ങനെ റിമി ടോമി അതിൽ നായികയായി. അത് മഞ്ജു വാര്യരായിരുന്നു ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഇരുന്നത്. ജയറാമേട്ടനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ്, ഡയറക്ടറുടെ ആർട്ടിസ്റ്റാണ്. അരവിന്ദ് സ്വാമിയാണ് ആ ക്യാരക്ടർ ആ ചാൻസിൽ ചെയ്യാൻ വേണ്ടിയിരുന്നത്. ഞാനും ജയറാമേട്ടനും കൂടെ അരവിന്ദ് സ്വാമി പോയി കണ്ടു, കഥ പറഞ്ഞു, ഡീറ്റെയിൽ പറഞ്ഞു. പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത ദിവസം ഞാനും അരവിന്ദ് സ്വാമി മാത്രം പുള്ളിയുടെ വീട്ടിൽ ഒരു ഫുൾ ഡേ ഇരുന്നു. ഞാൻ എത്ര ദിവസമേ വന്നിട്ട് ഡയറക്ടർ റൂമിൽ ഇതുവരെ വന്നില്ലല്ലോ, നിങ്ങളൊക്കെ എന്ത് ഇവിടെ വന്ന് താമസിക്കുന്നത്, എന്നെ എന്തിനാണ് അവിടെ കൊണ്ടിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ആ രാത്രി തന്നെ പുള്ളി ബാദുഷയെ പറഞ്ഞിട്ട് പുള്ളി അവിടുന്ന് വെക്കേറ്റ് ചെയ്തു. ഒരാൾ എനിക്ക് കുട പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരോ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ സാറാണ്, ഓമ്പര് സാറാണ്. ഞാൻ സാർ എന്താണ് ഭയങ്കര വെയിലത്ത് നിൽക്കുന്നല്ലോ, ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട്